ദേവപഞ്ചമി ഭാഗം 65. അരുന്ധതി ബ്രഹ്മദത്തന്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടൻ എന്താണ് ഒന്നും പറയാതിരിക്കുന്നത്? അവര് നമ്മളെ കളിയാക്കാനായിട്ടല്ലേ ഇവിടെ വന്ന് ക്ഷണിച്ചത്? അരുന്ധതി ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടാതെ അച്ഛന്റെയും മുത്തച്ഛന്റെയും അരുന്ധതിയുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പടികൾ കയറി മുകളിലേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി അരുന്ധതി അച്ഛനോടും മുത്തച്ഛനോടും നേരെ തിരിഞ്ഞു. ഇതിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അരുന്ധതി പറഞ്ഞു. അത് തീരുമാനിക്കാൻ വരട്ടെ ബ്രഹ്മദത്തൻ. അവൻ എന്തായാലും എന്തെങ്കിലും മനസ്സിൽ കാണാതിരിക്കില്ല. അവന്റെ മൗനം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ എന്തായാലും തീരുമാനം അറിയിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, അരുന്ധതിയുടെ അച്ഛൻ പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് താല്പര്യമില്ല പോകാൻ. അത്രയും പറഞ്ഞ് അരുന്ധതി അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ പോയതും ഈ വീട്ടിൽ നിന്നും നമ്മൾ എല്ലാവരും പോകും. അതിന് ഒരു മാറ്റവുമില്ല. മുകളിൽ നിന്നുള്ള ശബ്ദം കേട്ടതും എല്ലാവരുടെയും നോട്ടം മുകളിലേക്കായി. അവിടെ റൈലിങ്ങിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി ബ്രഹ്മദത്തൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, പക്ഷേ ഞാൻ... അവൾ അത്രയും പറഞ്ഞതും ബ്രഹ്മദത്തൻ കൈയെടുത്ത് തടഞ്ഞു. വേണ്ട, ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പോകും. അതിന് ഇനി മാറ്റമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും മാറിയതും ഇതിപ്പോ ഏട്ടന് പോകണമെങ്കിൽ പോയാ പോരെ, എന്തിനാണ് എന്നെ കൂടി കൊണ്ടുപോകുന്നത്? അരുന്ധതി അവിടെ നിന്നും ദേഷ്യത്തോടെ ചോദിച്ചു. അരുന്ധതി, നീ ദേഷ്യപ്പെടാൻ വരട്ടെ. ഇപ്പോ എന്തായാലും ഈ ഫംഗ്ഷന്റെ കാര്യം നിന്റെ ഭർത്താവിന്റെ വീട്ടിലും അറിയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നീ എന്തായാലും പോയേ പറ്റൂ. നിന്റെ മന്ത്രി ഫാദറിലോ ഉറപ്പായിട്ടും ഇതിൽ പങ്കെടുക്കും. അയാൾക്ക് ആര്യനെ വിട്ടുകളയാൻ പറ്റില്ല. അയാൾക്ക് മാത്രമല്ല, നിന്റെ ഭർത്താവ് കൃഷ്ണയ്ക്കും. അതുകൊണ്ട് എന്തായാലും അവര് പോകുമ്പോ നീ കൂടി പോകേണ്ടി വരും. അതുകൊണ്ട് നീ ഒരുപാട് ശാഠ്യം പിടിക്കാൻ നിൽക്കണ്ട, അരുന്ധതിയുടെ അച്ഛൻ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നോക്കി അച്ഛനും മുത്തച്ഛനും നിന്നു. ഇതിപ്പോ നമ്മൾ ചെല്ലണമെന്ന് ആര്യന്റെ നിർബന്ധമായിരിക്കും. അവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, ബ്രഹ്മദത്തന്റെ മുത്തശ്ശൻ പറഞ്ഞു. എന്തായാലും ഇവിടെ വന്ന് വിളിക്കാനുള്ള ചങ്കൂറ്റം വീരേന്ദ്രനാഥും ഭാര്യയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് പിന്നില് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും, ബ്രഹ്മദത്തന്റെ അച്ഛനും പറഞ്ഞുകൊണ്ട് അവർ സോഫയിലേക്കിരുന്നു. വൈകുന്നേരം പഞ്ചമി കണ്ണു തുറക്കുമ്പോ തന്റെ മാറിലായിട്ട് മുഖം ചേർത്ത് വെച്ച് കിടക്കുന്ന ആര്യനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ പതിയെ കുഞ്ഞിന്റെ ബേബി ബെഡിലേക്ക് നോക്കുമ്പോ കുഞ്ഞ് ബെഡിൽ നല്ല ഉറക്കമാണ്. അത് കണ്ടതും അവൾ ആര്യന്റെ തലയിൽ പതിയെ തലോടി. ഉറങ്ങിക്കിടക്കുന്ന പുലിയെ വീണ്ടും ഉണർത്താൻ നോക്കല്ലേ മോളെ, ആര്യൻ പറഞ്ഞത് കേട്ടതും അവൾ ചിരിച്ചു. അപ്പോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അവൾ ചോദിച്ചു. എങ്ങനെ ഉറങ്ങാനാണ്? നിന്റെ ഈ മാറില് ഇങ്ങനെ മുഖം ചേർത്ത് കിടക്കാൻ നല്ല സുഖാണ്. പക്ഷേ ഉറക്കം വരില്ല. എനിക്ക് മറ്റു പലതുമാണ് എനിക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലായി പതിയെ കടിച്ചു. ആ! അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും ആര്യൻ അവളുടെ ചുണ്ടുകൾക്ക് മേൽ കൈകൾ കൊണ്ട് മൂടിപ്പിടിച്ചു. പിന്നെ കടിച്ചെടുത്ത് നാവുകൾ കൊണ്ട് നുണഞ്ഞു. പതിയെ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളടച്ച് കിടക്കുകയാണ് പഞ്ചമി. അല്പസമയം കഴിഞ്ഞതും മതി മതി, ഞാൻ എഴുന്നേൽക്കട്ടെ, അവൾ പറഞ്ഞുകൊണ്ട് ആര്യന്റെ തല മാറ്റാൻ നോക്കിയിട്ട് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനാ ഇപ്പോൾ എഴുന്നേൽക്കുന്നേ? ഇപ്പൊ എഴുന്നേൽക്കണ്ട. മോളെ എഴുന്നേൽക്കുന്നത് വരെ നമുക്കെങ്ങനെ കിടക്കാൻ പറ്റൂ. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം അവളുടെ ദേഹത്തേക്ക് കയറ്റി വെച്ചുകൊണ്ട് കിടന്നു. വെറുതെയല്ല ദേവ, മോൾ എപ്പോഴും മുഖമിട്ട് ഇവിടെ ഉരയ്ക്കുന്നത്. എന്ത് രസാണെന്നറിയോ ഇവിടെ, അവൻ പറഞ്ഞുകൊണ്ട് വലത് കൈകൊണ്ട് അവിടെ പതിയെ തലോടി. പിന്നെ മുഖമിട്ട് കുഞ്ഞ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ ഉരച്ചു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അവളുടെ കഴുത്ത് പിന്നിലേക്കൊന്ന് വളഞ്ഞു. ഒരു കൈ അവന്റെ തലമുടിയിലും മറ്റൊരു കൈ അവന്റെ പിൻകഴുത്തിലും മുറുകി. പിന്നെ അവനിൽ നിന്നും യാതൊരു തരത്തിലുള്ള അനക്കവും ഉണ്ടായിരുന്നില്ല. പഞ്ചമി ഒരു ചെറിയൊരു പുഞ്ചിരിയോടെ അവന്റെ തലമുടിയിൽ വിരലോടിച്ചു കൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ആര്യൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തലയുയർത്തി അവന്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് വീണ്ടും കിടന്നു. വീണ്ടും അവളും പതിയെ ഉറക്കത്തിലേക്ക് പോയി.
കുറെ സമയം കഴിഞ്ഞ് പഞ്ചമി കണ്ണു തുറന്ന് ചുറ്റും നോക്കിയപ്പോൾ ജനാലയിലൂടെ വെളിച്ചം വരുന്നില്ല എന്ന് അവൾ കണ്ടു. അവൾ ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോൾ സമയം 6 മണി കണ്ടതും അവൾ ഞെട്ടി എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴും എങ്ങനെയാണ് തന്റെ ശരീരത്തിലേക്ക് പകുതി ശരീരം കയറ്റിവെച്ച് ആര്യൻ കിടന്നത്, അതുപോലെ തന്നെ ഇപ്പോഴും കിടക്കുകയാണ് ആര്യൻ. അവൾ അവനെ എഴുന്നേൽപ്പിക്കാതെ പതിയെ എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴേക്കും ഒന്നുകൂടി ആര്യൻ അവളെ ചുറ്റിപ്പിടിക്കുന്നത് കണ്ടതും അവൾ അവനെ വിളിച്ചു. അച്ചുവേട്ടാ, സമയം 6 മണിയായി, എഴുന്നേൽക്ക്. സന്ധ്യ നേരത്ത് ഇങ്ങനെ കിടക്കാൻ പാടില്ല, അവൾ പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്നു. എന്നാ നിങ്ങൾ കിടന്നോ, ഞാൻ എഴുന്നേൽക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ തള്ളി മറിച്ചിട്ടു. ഈ പെണ്ണ് എന്തി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ബ്ലാങ്കറ്റ് എടുത്ത് ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് മറിഞ്ഞു കിടന്നു. അപ്പോഴേക്കും അവൾ താഴെ കിടന്നിരുന്ന ഡ്രസ്സുകളെടുത്ത് ശരീരം മറച്ചുകൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് കയറിപ്പോയി. കുളി കഴിഞ്ഞ് ഒരു സാരി എടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. അച്ഛനും മോളും നല്ല ഉറക്കമാണ് എന്ന് കണ്ട് അവൾ കുഞ്ഞിനെ എടുത്ത് ആര്യന്റെ അടുത്തായി കൊണ്ടുവന്ന് കിടത്തി. സൈഡിലായി ഒരു പില്ലോയും വെച്ചുകൊണ്ട് താഴേക്ക് പോയി. ലൈറ്റുകൾ എല്ലാം ഇട്ടു. മുൻവശത്തെ വാതിൽ തുറന്നിട്ട് പൂജാമുറിയിൽ അമ്മ എന്നും കത്തിച്ചു വയ്ക്കുന്ന വിളക്കെടുത്ത് കത്തിച്ചുകൊണ്ട് അവൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പിന്നെ അതിൽ നിന്നും ചെറിയൊരു വിളക്കിലേക്ക് ദീപം പകർന്നുകൊണ്ട് അതുമായി പുറത്തേക്കിറങ്ങി. അവൾ തെക്കുഭാഗത്തായി കാണുന്ന ഒരു അസ്ഥിത്തറയിലേക്കാണ് പോയത്. അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയ്ക്കടുത്തായിട്ട് അവൾ ദീപം വെച്ചു. കുറച്ചു നേരം അവിടെ നിന്നുകൊണ്ട് അവൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. സുരക്ഷിതമായ കൈകളിൽ തന്നെ എന്നെ എത്തിച്ചതിന് പിന്നിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കരുതലുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്ത് ആരുടെയോ സാമീപ്യം അവൾ അറിഞ്ഞത്. നോക്കുമ്പോൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആര്യൻ നിൽക്കുന്നു. തള്ളവിരൽ നുണഞ്ഞുകൊണ്ടാണ് കുഞ്ഞ് ആര്യന്റെ കയ്യിലിരിക്കുന്നത്. പഞ്ചമിയെ കണ്ടതും കുഞ്ഞ് അവളുടെ കയ്യിലേക്ക് പോകാനായി ആര്യന്റെ കയ്യിൽ നിന്നും പഞ്ചമിയുടെ ദേഹത്തേക്ക് ചാടി. പഞ്ചമി വേഗം കുഞ്ഞിനെ എടുത്തു. കുറേ നേരമായോ അമ്മയുടെ മോളെ എഴുന്നേറ്റിട്ട്? വിശക്കുന്നുണ്ടോടാ? പാല് തരാട്ടോ, അവൾ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞ് അവളുടെ തോളിലേക്ക് ചാഞ്ഞു. അച്ചുവേട്ടന് കോഫി എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആര്യന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടന്നു. അവളുടെ മുഖം അവൾ ആര്യനെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അത് അവൾ കരഞ്ഞിട്ടാണ് എന്നും താൻ കരഞ്ഞു എന്ന് അറിഞ്ഞാൽ വഴക്ക് പറയും എന്നുള്ളത് കൊണ്ട് തനിക്ക് മുഖം തരാതെ നടക്കുന്നതാണ് എന്നും ആര്യന് മനസ്സിലായിരുന്നു. അവർ വീട്ടിലേക്ക് കയറി ചെന്നതും ആര്യന്റെ അടുത്തേക്ക് അവിടുത്തെ ജോലിക്കാരൻ ദിനേശൻ വരുന്നത് കണ്ടതും ആര്യൻ അവിടെ നിന്നു. പഞ്ചമി വേഗം അകത്തേക്ക് പോയി. അവൾ വേഗം കിച്ചണിലേക്കാണ് പോയത്. ആര്യനുള്ള കോഫിയും കുഞ്ഞിനുള്ള പാലും ചൂടാക്കിയെടുത്തു. പാല് ചൂടാറ്റി ബോട്ടിലേക്ക് ഒഴിച്ച് കുഞ്ഞിന് കൊടുത്തു. ആര്യനുള്ള കോഫിയുമായിട്ട് അവൾ മുൻവശത്തേക്ക് വരുമ്പോൾ കണ്ടു. അപ്പോഴും ആ ചേട്ടനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആര്യനെ. ഇപ്പോ ആ മുഖത്ത് ഗൗരവമാണ്. ഇപ്പോൾ എന്നല്ല, എപ്പോഴും ആ മുഖത്ത് ഗൗരവമാണ്. തന്നോടും കുഞ്ഞിനോടും സംസാരിക്കുമ്പോൾ മാത്രമാണ് ഗൗരവം മാറുന്നത് എന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് പാൽക്കുപ്പി വെച്ചു കൊടുത്തുകൊണ്ട് ആര്യനെ നോക്കി അവിടെ ഇരുന്നു. എന്തോ പറഞ്ഞു തിരിഞ്ഞ ആര്യൻ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന പഞ്ചമിയെയാണ്. അത് കണ്ടതും ആര്യൻ അയാളോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അകത്തേക്ക് കയറി അവളുടെ അടുത്തായിട്ട് വന്നിരുന്നു. എന്താണ്, എന്നെ നോക്കിക്കൊല്ലുന്നുണ്ടായിരുന്നല്ലോ, അവൻ ചോദിച്ചതും ഞാൻ നോക്കിയത് അച്ചുവേട്ടനെ അല്ല, അവൾ പറഞ്ഞു. പിന്നെ ആരെയാ നോക്കിയത്? ദിനേശൻ ചേട്ടനെ ആണോ? ആര്യൻ ചോദിച്ചു. അത് ഞാൻ പിന്നെ മതി മോളെ, നീ എന്നെയാണ് നോക്കിയതെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. പിന്നെ സമ്മതിക്കാത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിനക്ക് നോക്കാനല്ലടി പെണ്ണെ ഞാനുള്ളത്. എന്നെ നീ മാത്രം നോക്കിയാൽ മതി, അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ പതിയെ അവൻ ചുംബിച്ചു. പെട്ടെന്ന് അവൾ ഞെട്ടി ചുറ്റുപാടും ഒന്ന് നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് മാറിക്കാണുന്ന ഗേറ്റിനടുത്ത് സെക്യൂരിറ്റികൾ 2 പേർ നിൽക്കുന്നത് പഞ്ചമി കണ്ടു. ഇതുവരെ അമ്പാട്ട് വീടിന്റെ മുന്നില് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. അച്ചുവേട്ടൻ വന്നതിൽ പിന്നെയാണ് സെക്യൂരിറ്റിയെയും ഗാർഡ്സിനെയും എല്ലാം നിർത്താൻ തുടങ്ങിയത്. എന്നാൽ അതിന്റെ കാര്യം എന്താണെന്നൊന്നും അവൾ ചോദിക്കാനും പോയിട്ടില്ല. അവൾ ആര്യന്റെ കയ്യിലേക്ക് കോഫി കപ്പ് എടുത്തു കൊടുത്തു. ആര്യൻ അതും കുടിച്ച് കുഞ്ഞിനെ നോക്കി.
പാലുകുടി കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് കളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം പഞ്ചമി അച്ഛനും അമ്മയുമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളും പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇരുന്നതിന് ശേഷം കുഞ്ഞിനെയും കൊണ്ട് കിച്ചണിലേക്ക് പോയി. രാത്രി ചപ്പാത്തിയാണ് ആര്യന് ഇഷ്ടം. പിന്നെ സൂപ്പും നിർബന്ധമാണ് എന്ന് പഞ്ചമിക്ക് അറിയാവുന്നത് കൊണ്ട് അവൾ കുഞ്ഞിനും ആര്യനുമുള്ള സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. ആര്യൻ ലിവിംഗ് റൂമിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ടി വിയും ഓണാക്കി വെച്ച് ഇരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ താഴെ ക്യാരറ്റും പിടിച്ച് കുഞ്ഞിപ്പെണ്ണ് ഇരിക്കുന്നത് കണ്ടു. ആര്യന് ചിരി വന്നു. ആര്യൻ കുഞ്ഞിന്റെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പഞ്ചമിയുടെ അടുത്തേക്ക് ചെന്നു. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവളുടെ പുറകിൽ നിന്നും അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ തോളിൽ താടി കുത്തിവെച്ചുകൊണ്ട് അവൻ നിന്നു. പഞ്ചമി ഒന്നും മിണ്ടാതെ അവളുടെ പണി ചെയ്തുകൊണ്ട് തന്നെ നിന്നു. നിന്റെ സഹോദരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആകാശാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങോട്ട് നാളെ ചെല്ലുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നാളെ പോണോ? ആര്യൻ ചോദിച്ചു. എന്നിട്ട് അച്ചൂട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന്. അച്ചൂട്ടൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോകാം. ഞാൻ ഫ്രീ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 2-3 ദിവസം ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. നമുക്ക് പോകാം. പോകാമോ? അവൾ ചോദിച്ചു. പോകാലോ. ആ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഇന്ന് നൈറ്റ് കുളക്കടവിൽ തന്നെയാണോ കിടക്കുന്നത്? ആര്യൻ മീശത്തുമ്പ് കടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല. അവൾ പെട്ടെന്ന് തോളിൽ താടിക്കുത്തി നിൽക്കുന്ന ആര്യന്റെ മുഖത്തേക്ക് മുഖം ചരിച്ചു നോക്കി. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി ഇവിടെയുള്ള ദിവസങ്ങളിൽ രാത്രി നമ്മുടെ ഉറക്കം അവിടെ ആക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആര്യൻ ചോദിച്ചതും അതിന് ഉറക്കുന്നില്ലല്ലോ. അവൾ പതിയാണ് പറഞ്ഞത്. അതെ, അതുകൊണ്ടാണല്ലോ ഉച്ച മുതൽ ഈ സമയം വരെ ഉറങ്ങാനുള്ള സമയം ഞാൻ തന്നത്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണല്ലോ നമുക്ക്. ആര്യൻ പറഞ്ഞതും അതെ, ഇവിടെ മറ്റൊരാൾ കൂടി ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് സ്കോപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. പഞ്ചമി താഴെയിരുന്ന ക്യാരറ്റ് പിടിച്ച് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും ആര്യൻ കുഞ്ഞിനെ നോക്കി. മോളെ ഞാൻ ഉറക്കും. ഉറക്കിയിട്ട് നമ്മൾ പോകും, ആര്യൻ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ റൂമിനോട് ചേർന്ന് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാലോ? പക്ഷേ കുളത്തിലെ അത്ര ഭംഗി കിട്ടില്ല. അതാ ഞാൻ അതിന് വലിയ താല്പര്യം കാണിക്കാത്തത്, ആര്യൻ പറഞ്ഞു. അപ്പോഴേക്കും ആര്യൻ്റെ ഫോൺ റിങ് ചെയ്തു. ആര്യൻ ഫോണിലേക്ക് നോക്കി. മുത്തശ്ശിയാണല്ലോ. വീഡിയോ കോളിൽ എന്ന് പറഞ്ഞ് ആര്യൻ കോൾ എടുത്തു. വീഡിയോ കോളിൽ അവൻ്റെ സഹോദരിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ആര്യനെ കിച്ചണിൽ കണ്ടതും ഞെട്ടി നിൽക്കായിരുന്നു. എന്താണ് എല്ലാവരും കൂടി? യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ആര്യൻ ചോദിച്ചു. ഏട്ടത്തി, ഏട്ടനെ ഇവിടെ നിന്നും കൊണ്ടുപോയി അടുക്കളപ്പണി ചെയ്യിക്കുകയാണോ? പെട്ടെന്ന് അനന്യ ചോദിച്ചതും എല്ലാവരും അവളെ ഞെട്ടലോടെ നോക്കി. കാരണം ആര്യൻ എന്താണ് അതിന് മറുപടി പറയാൻ പോകുന്നത് എന്ന് എല്ലാവരും ചെറുതായി ഭയപ്പെട്ടു. എന്നാൽ ഒന്നും മിണ്ടാതെ ചപ്പാത്തി മറിച്ചിടുന്ന തിരക്കിലായിരുന്നു പഞ്ചമി. ഞാൻ എൻ്റെ ഭാര്യയെ സഹായിച്ചു കൊടുക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അതേ ഗൗരവത്തിൽ തന്നെ ആര്യൻ ചോദിച്ചുകൊണ്ട് പഞ്ചമിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അതുകൂടി കണ്ടതും വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ മേഞ്ഞു. അത് വ്യക്തമായിട്ട് തന്നെ മുത്തശ്ശിയും കണ്ടു. പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്നതുപോലെ മോളെവിടെ? മുത്തശ്ശി ചോദിച്ചു. ദാ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ഫോൺ കാണിച്ചു ആര്യൻ. അവിടെ കൈകളിൽ രണ്ടിലും ക്യാരറ്റും വെച്ച് കുഞ്ഞി പല്ലുകൾ കൊണ്ട് കടിക്കാനുള്ള കഠിന പ്രയത്നം നടത്തുന്ന കുഞ്ഞിനെ കണ്ടതും അവർക്ക് എല്ലാവർക്കും ചിരി വന്നു. ഇതെന്താ മുയലോ? കുഞ്ഞിനെ കണ്ടതും വരതയാണ് ചോദിച്ചത്. ആര്യൻ മൊബൈൽ കൊണ്ടുവന്ന് കുഞ്ഞിന്റെ അടുത്തേക്ക് വെച്ചു. കുഞ്ഞ് മൊബൈലിലൂടെ എല്ലാവരെയും കണ്ടപ്പോൾ ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം ക്യാരറ്റ് അവർക്ക് നേരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും പഞ്ചമി ആര്യനുള്ള സൂപ്പും എല്ലാം ഉണ്ടാക്കി വെച്ചു. ആര്യൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക് വന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ മക്കളെ? മുത്തശ്ശി ചോദിച്ചു. ഉണ്ടാക്കി കഴിഞ്ഞു മുത്തശ്ശി, പഞ്ചമി പറഞ്ഞു. എന്താ ഇന്ന് സ്പെഷ്യല് പഞ്ചമി? വരദ ചോദിച്ചു. ചപ്പാത്തിയും മട്ടൻ സ്റ്റൂവും ഉണ്ട്, പിന്നെ മട്ടൻ സൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചുവേട്ടനും മോൾക്കും, അവൾ പറഞ്ഞു. പിന്നീട് മൊബൈൽ ഫോൺ പഞ്ചമിയുടെ അടുത്ത് കൊടുത്തുകൊണ്ട് ആര്യൻ കുഞ്ഞിനെ അവിടെ നിന്നും എടുത്തു. കുഞ്ഞിന്റെ മുഖമെല്ലാം കഴുകി കൊടുത്തുകൊണ്ട് അവർ ഹാളിലേക്ക് നടന്നു.
കൂടെ പഞ്ചമിയും. കുഞ്ഞിനെ താഴെയുള്ള കുഞ്ഞിൻ്റെ ബെഡിലായിട്ട് ഇരുത്തി കളിപ്പാട്ടങ്ങൾ എല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് സോഫയിലിരിക്കുന്ന പഞ്ചമിയുടെ അടുത്തേക്ക് ആര്യൻ ചെന്നിരുന്നു. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പഞ്ചമിയുടെ മടിയിലേക്ക് പെട്ടെന്നാണ് ആര്യൻ കിടന്നത്. അത് കണ്ടതും അവളൊന്ന് ഞെട്ടി. ഇത് അവർ കണ്ടിട്ട് ഉണ്ടാകുമോ എന്നാണ് അവൾ ചിന്തിച്ചത്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ ക്യാമറ അവളുടെ മുഖത്തേക്ക് മാത്രം വെച്ചു. കുറച്ചു നേരം സംസാരിച്ചു. എന്നാ വരുന്നത് എന്ന് എല്ലാവരും അവളോട് ചോദിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോഴും അവളുടെ സാരിക്കിടയിലൂടെ അവളുടെ വയറിൽ അവൻ്റെ കൈകൾ കൊണ്ട് തടവുന്നുണ്ട്. പഞ്ചമി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൾ ഞെളിപിരി കൊള്ളുന്നുണ്ടായിരുന്നു. ഞാൻ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. അവൾ കട്ട് ചെയ്തതും ആര്യൻ അവളെ ഒന്ന് നോക്കി. എന്ത് പണിയാ ചേട്ടൻ കാണിക്കുന്നേ? അവർ കണ്ട തീർന്നു, അവൾ പറഞ്ഞു. എന്നാ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും മുത്തശ്ശിയും വരതയും ആര്യൻ്റെ സഹോദരിമാരുടെയും കൂട്ടച്ചിരിയായിരുന്നു. അവിടെ ഏട്ടൻ എന്ത് മാറ്റാണല്ലേ മുത്തശ്ശി? ഇവിടെ നിന്ന് പോയ പുലിക്കാട്ടിൽ ആര്യവീറാണോ അത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വേദിക പറഞ്ഞു. ഏട്ടൻ ഏട്ടത്തിയുടെ മടിയിൽ കിടന്നത് നമ്മൾ കണ്ടില്ല എന്നാണ് അവരുടെ വിചാരം. എന്തായാലും നല്ല മാറ്റമുണ്ട് ഏട്ടന്. ഇവിടെ വരുമ്പോൾ അതുപോലെ തന്നെ മതിയായിരുന്നു, നക്ഷത്രിയാണ് പറഞ്ഞത്. മുത്തശ്ശിക്കും അതെല്ലാം കണ്ടപ്പോൾ സന്തോഷം തോന്നി. ആര്യൻ്റെ ആ മാറ്റം അവരും ആഗ്രഹിച്ചിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.